നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാള സിനിമയിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. ആ പലരിൽ ഒരാളായാണ് ഞാനെന്നും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ മാമനെ വിലയിരുത്തുന്നത്. ജെ.സി. സാറിന് വേണ്ടി കടമറ്റത്ത് അച്ഛൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന ഗോപാലകൃഷ്ണൻ മാമൻ വരികയും അദ്ദേഹം പറഞ്ഞിരുന്നത് പകർത്തി എഴുതുന്ന ജോലിയായിരുന്നു എനിക്ക്. ഒരു 7 ദിവസം ഞാനും അദ്ദേഹം ഒരു റൂമിൽ ഒന്നിച്ച് കഴിഞ്ഞ് ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞ ആളാണ്. ഒരു ഹതഭാഗ്യൻ എന്ന് പറയാം. തൊട്ടതെല്ലാം പരാജയപ്പെട്ടു പോയ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയാം. പക്ഷേ അതിനപ്പുറം വയലാറിനെ കുറിച്ചും ഇതിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. നോക്കാം. നമസ്കാരം. ഇനി എന്തൊക്കെ ആവട്ടെ, മറ്റെല്ലാം മറന്നാലും ശരി, മലയാളത്തിലെ ആദ്യത്തെ സിനിമ എടുത്ത ജെ.സി. ഡാനിയൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹതഭാഗ്യനായ മനുഷ്യനെ ജീവനോടെ കണ്ടിട്ടുള്ള 4-5 പേരിൽ ഒരാളായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്നത് മാത്രമല്ല, മരുന്നിനോ ഭക്ഷണത്തിനോ വകയില്ലാതെ ഒരു സുഹൃത്തിൻ്റെ ഔദാര്യത്തിൽ ഒരു തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ജീവിച്ചിരുന്ന ജെ.സി. ഡാനിയലിന് ഭാര്യയുടെയും അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് ഒരു അവശകലാകാരൻ്റെ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പും സിനിമാ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കെ. കരുണാകരനോടും അന്ന് സിനിമാ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനോടും ശണ്ട കൂടിയിട്ടാണെങ്കിലും പെൻഷൻ അനുവദിപ്പിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ സത്യനടക്കമുള്ള നിരവധി സിനിമാക്കാരുടെ പേരുകൾ പറഞ്ഞു കേട്ടപ്പോൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കെ. കരുണാകരനോട് കാര്യകാരണങ്ങൾ വിശദമാക്കി കൊടുത്തു അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ആ അവാർഡിന് ജെ.സി. ഡാനിയൽ പുരസ്കാരം എന്ന് നാമകരണം ചെയ്യിപ്പിച്ചതും ചേലങ്ങാട് ഗോപാലകൃഷ്ണനാണ്. ഇന്നിപ്പോൾ സർക്കാർ ജോലി ഉണ്ടായിട്ടും അച്ഛനും അമ്മയ്ക്കും നാഴി അരി വാങ്ങാനുള്ള കാശ് മാസാമാസം അയച്ചു കൊടുക്കാഞ്ഞതോ വിഗതകുമാരൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഏക പ്രിന്റിനെ കത്തിച്ച് കളഞ്ഞതോ നമുക്ക് വേണമെങ്കിൽ പൊറുക്കാം. അത് രണ്ടും പൊറുക്കാം. തൻ്റെ വിവാഹമാണെന്ന് ഒരറിയിപ്പ് കൊടുക്കാതെ, അച്ഛന് ഒരറിയിപ്പ് കൊടുക്കാതെ, തനിക്ക് ജന്മം തന്നയാൾ ഇഞ്ചിഞ്ചായി എന്താ പറയുക കഷ്ടതകൾ അനുഭവിച്ച് മരിച്ചപ്പോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും ചെല്ലാത്തവനെന്ന് ചരിത്രം പറയുന്ന ജെ.സി. ഡാനിയലിൻ്റെ മകൻ എനിക്കെന്താ മകൻ എന്ന് പറയാൻ പോലും പുച്ഛമാണ്. തലസ്ഥാനത്ത് ചില സിനിമാ പണ്ഡിതന്മാരുണ്ട്. യവനൊക്കെ ഇപ്പോൾ ജെ.സി. ഡാനിയലിൻ്റെ മകനായി ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർക്കാർ പണി LIC പണി കിട്ടി കോയമ്പത്തൂർ താമസിച്ച് അവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അച്ഛാ ഞാനൊരുത്തേ കെട്ടുന്നു, താ ഇങ്ങോട്ട് വരണ്ട, താൻ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട എല്ലായിടത്തും സിനിമ ഉണ്ടാക്കിയവനല്ലേ, താ അതുകൊണ്ട് വരണ്ട, പക്ഷെ എൻ്റെ കല്യാണമാണെന്നൊരു വാക്ക് അറിയിച്ചില്ല. എന്ന് മാത്രമല്ല, തൻ്റെ അച്ഛൻ മരിച്ചു എന്നറിയിച്ചപ്പോൾ അതിന് ഞാനെന്ത് വേണമെന്ന് ചോദിച്ച് വരാത്ത മകനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചില എംബോക്കികൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് KSFDC ഒരു തീരുമാനമെടുത്തു. 50 ലക്ഷം രൂപ മുടക്കി ജെ.സി. ഡാനിയലിൻ്റെ പ്രതിമ ചിത്രാഞ്ജലിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രധാന പരിപാടി, പ്രതിമ സ്ഥാപിക്കലൊക്കെയാണ്.
അതിനായിട്ട് ഒരു ശില്പിയെ കണ്ടെത്തി. ആ ശില്പി മെഴുകിൽ ഒരു ഡമ്മി പ്രതിമ ഉണ്ടാക്കി. ഈ ഡമ്മി പ്രതിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കറക്ഷനും തീർത്ത് മ്യൂസിയത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ കനകുന്ന് കൊട്ടാര വളപ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. ആളുടെ മകനെ വിളിച്ചോണ്ടി കാണിച്ചു, ഇതാണ് നിങ്ങളുടെ അച്ഛൻ, ഇതാ കെ കരുണാകരൻ്റെ പ്രതിമ കണ്ടിട്ട് മുരളീധരൻ ചോദിച്ചാണ്, ഇതാണോ കെ കരുണാകരൻ? എനിക്കറിയാവുന്ന കെ കരുണാകരൻ ഇതല്ല എന്ന് പറഞ്ഞു. അപ്പം മെഴുകി കൊണ്ട് പ്രതിമ ഉണ്ടാക്കി ഡമ്മി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. എങ്കിലും സർക്കാർ JC ഡാനിയലിൻ്റെ ഒരു ഡമ്മി പ്രതിമ ശില്പിയെ കൊണ്ടുണ്ടാക്കി. എന്നിട്ട് അതിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ എന്നറിയാൻ കടിച്ചൊരയില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ മോനെയും കെട്ടിയോളെയും ക്ഷണിച്ചു കൊണ്ടുപോയി വിവരദോഷികൾ. ഈ സജി ചെറിയാനൊക്കെ കാണിക്കുന്ന ക്രൂരതകളുണ്ടല്ലോ. മോനെയും കെട്ടിയോളെയും ക്ഷണിച്ചുകൊണ്ട് കാണിച്ച് എങ്ങനെ ഇരിക്കുന്ന അവിടെ വെച്ച് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു, എപ്പടി ഇരിക്കാപ്പാ? ജോലിയിൽ നിന്നൊക്കെ പെൻഷനായപ്പോൾ കോയമ്പത്തൂർ പൊറുതി അവസാനിപ്പിച്ച് JC ഡാനിയലിൻ്റെ മോനും കെട്ടിയോളും ഇപ്പോൾ തലസ്ഥാനത്ത് ഫ്ലാറ്റൊക്കെ വാങ്ങി അങ്ങനെ പുതിയ പൊറുതിയാണ്. അവരൊക്കെ അറിയാം ഇനി JC ഡാനിയലിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏക അടയാളം ഞാനാണല്ലോ, എന്നെ എല്ലാവരും സർക്കാരടക്കം എല്ലാവരും കൊണ്ടു നടക്കും എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പോൾ എന്താ പറയുക, സജി ചെറിയാൻ, എനിക്ക് ചിരി വരണം, അതാണ് ഇത് പ്രശ്നം. സജി ചെറിയാൻ അപ്പൻ്റെ മെഴുകേരി പ്രതിമ കാണിച്ചിട്ട് ചോദിച്ചു, എവിടെ ഇരിക്കുക അപ്പ എന്ന് ചോദിച്ചു. അപ്പൻ്റെ ഡമ്മി പ്രതിമ വേണ്ടിയിട്ട് മോൻ പറഞ്ഞത്രേ, ശരിക്കും அப்பா மாதிரி தான் இருக்கு. அப்பாட ഉടുപ്പിൻ്റെ ബട്ടൺസ് ഇന്ത മാതിരി താ, അപ്പാടെ ഷൂസും കറക്റ്റ്. ഇതാണ് ഇന്നത്തെ ലോകം. കാരണം ഇവ അപ്പനെ കണ്ടിട്ട് എത്ര കാലമായിരുന്നേ, മരിച്ചിട്ട് പോലും അവസാനമായിട്ട് വന്ന് കാണാത്തവരാണ് അപ്പൻ്റെ പ്രതിമയ്ക്ക് മാർക്കിടാൻ വന്നത്. എന്നാൽ എവിടെയെങ്കിലും JC ഡാനിയലിനെ ജീവനോടെ കണ്ട, സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങിക്കൊടുത്ത് ജീവൻ നിലനിർത്തിയ, സർക്കാരിൻ്റെ ഏറ്റവും വലിയ സിനിമാ അവാർഡിന് JC ഡാനിയൽ സാറിൻ്റെ പേര് തന്നെ ഇടണമെന്ന് സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിച്ച ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഓർക്കുന്നില്ല എന്നുള്ളതാണ്. സജി ചെറിയാൻ്റെ നാട്ടുകാരനാണ്. മാവേലിക്കരയും ചേലങ്ങാടുമായിട്ട് അല്ലെങ്കിൽ ചേർത്തലയായിട്ട് അധികം ദൂരമില്ലല്ലോ. ഇപ്പം സജി ചെറിയനോട് നമ്മൾ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ അറിയാമെന്ന് ചോദിച്ചാൽ, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ അല്ലേ എന്താ ചിട്ടിക്കമ്പനി നടത്തുന്ന ആളോ എന്ന് ചോദിക്കുമായിരിക്കും. അത്രയും പരിചയം കാണുള്ളൂ സജി ചെറിയാൻ. സാംസ്കാരിക മന്ത്രി സജി സാറേ, നിങ്ങളുടെ വീടിനടുത്താണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ്റെ വീടെങ്കിലും അതെങ്കിലും താങ്കൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയലാറും യേശുദാസും പ്രേം നസീറും അടക്കം പലവട്ടം കടന്നു ചെന്ന വീടാണ് ചേലങ്ങാടിൻ്റേത്. ഭാഗ്യം ചെയ്ത വീടല്ലേ, ആലോചിക്കേ. ഗോപി, എനിക്ക് മൂവാണ്ട മാങ്ങ വിളഞ്ഞത് പഴുത്തത് തിന്നണം, നിന്റെ മുറ്റത്തില്ലേ എന്ന് തിരക്കുമ്പോൾ തിന്നാൻ രാഘവ പറമ്പിൽ എത്തിച്ചിരുന്ന ആളായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. കിളിച്ചുണ്ട മാങ്ങയും ഉപ്പും ചേർത്ത് ഇടിച്ച് പൊട്ടിച്ച് ചേലങ്ങാട്ടെ തിണ്ണയിലിരുന്ന് മതി വരും വരെ പ്രേം നസീർ കഴിച്ചത്രേ. അത്രയും സൗഹൃദം സിനിമയിലുണ്ടാക്കിയ മനുഷ്യനായിരുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. ചേലങ്ങാട് വയലാറുമായി ചങ്ങനാശ്ശേരിയിൽ നിന്നും മടങ്ങും വഴിയാണ് രക്തം ഛർദ്ദിച്ച് വയലാർ കുഴഞ്ഞു വീഴുന്നത്. വയലാർ അവസാനമായി വലിച്ച സിഗരറ്റിൻ്റെ കൂട് നിധി പോലെ സൂക്ഷിച്ച മനുഷ്യനായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. ആ കാറിൽ വെച്ച് ആ സിഗരറ്റ് കവർ ചേലങ്ങാട് കയ്യിലെടുത്തു. അല്ല, പറയാൻ വിട്ടു, ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് പോയി മടങ്ങുമ്പോഴായിരുന്നു വയലാറിൻ്റെ ഈ അത്യാഹിതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ 1926 ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ ജനനം. അച്ഛൻ കേശവപിള്ള, അമ്മ അമ്മുക്കുട്ടിയമ്മ. 1960 വയലാർ RP വിൻസെൻ്റ് എന്നിവരുമായി ചേർന്ന് ആലുവയിൽ അജന്ത സ്റ്റുഡിയോ സ്ഥാപിച്ചു, കേരളത്തിലെ 3ാമത്തെ സ്റ്റുഡിയോ. ബിരുദ പഠനത്തിന് ശേഷം പത്രപ്രവർത്തകനായി. സിനിമ, പുസ്തകങ്ങൾ, ചരിത്രം, ബാലസാഹിത്യം, നോവൽ, കഥകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ചേലങ്ങാട്ട് പുസ്തകങ്ങൾ എഴുതി. 2010 ജൂലൈ 4
84-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി. ചേർത്തലയിൽ കടക്കരപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ചേലങ്ങാട്ട് തറവാട്. അവിടുന്ന് 2 കിലോമീറ്റർ നടന്നു പോയാൽ വയലാറായി. ഒരു അതിർത്തി ഗ്രാമമായിരുന്നു കടക്കരപ്പള്ളി. ചേലങ്ങാടിൻ്റെ അമ്മയുടെ വീട് വയലാർ രാമവർമ്മയുടെ വീടിൻ്റെ നേരെ വടക്ക് പുറത്താണ്. അവിടെ കുറച്ച് കൃഷിഭൂമി അടക്കമുണ്ട്. അമ്മക്കുട്ടിയമ്മ, ചേലങ്ങാടിൻ്റെ അമ്മ, സ്വന്തം കുടുംബത്തിലേക്ക് പോകുമ്പോൾ മോനെ കൂടി കൊണ്ടുപോകും. വയലാറിൻ്റെ അമ്മാവൻ കേരളവർമ്മ സമ്പന്നനാണ്. അദ്ദേഹം പരസ്യമായി ഒരു നായർ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്താ പറയുക, മുളക്കെഴുത്ത് എന്ന നായർ കുടുംബത്തിൽ നിന്നാണ് കേരളവർമ്മ സംബന്ധം കഴിച്ചത്, അല്ലെ കല്യാണം കഴിച്ചത്. സംബന്ധമല്ല, കല്യാണം കഴിച്ചത്. തൃക്കേപ്പറമ്പിലാണ് ചേലങ്ങാടിൻ്റെ അമ്മയുടെ തറവാട്. തറവാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ചേലങ്ങാടിൻ്റെ അമ്മ വയലാറിൻ്റെ കോവിലകത്ത് കയറിയിരുന്ന് വർത്തമാനം പറയും. കേരളവർമ്മ കുടുംബത്തിൽ തുടങ്ങി വെച്ച ജാതീയതയ്ക്ക് എതിരെയുള്ള ഒറ്റയാൽ വിപ്ലവം ബാലനായ വയലാറിൻ്റെ മനസ്സിൽ വിപ്ലവത്തിൻ്റെ ബീജാഭാവം ഇട്ടിരിക്കുക. ശൂദ്രനായ നായർ സമുദായത്തിലെ പെൺകുട്ടിയെ കേരളവർമ്മ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അടുക്കളയിൽ കയറ്റി ആഹാരം പാകം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ കൊച്ചു രാമവർമ്മയ്ക്ക് നല്ലതായി തോന്നി. അമ്മാവൻ കാണിക്കുന്ന ധീരത കുട്ടിക്കാലത്തെ വയലാർ രാമവർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ചേലങ്ങാടിനേക്കാൾ 6 വയസ്സ് മൂത്തയാളാണ് വയലാർ രാമവർമ്മ. അങ്ങനെ 11 വയസ്സുകാരനും 5 വയസ്സുകാരനുമായുള്ള മാനസിക അടുപ്പം വളർന്നു. ഇരുവരുടെയും കുട്ടിത്വത്തിലുള്ള അടുപ്പം വളർന്നപ്പോൾ ദൃഢമായി. അമ്മ ചേലങ്ങാടിന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഒരിക്കലും വയലാർ വേണ്ട രാമവർമ്മയെ ഒരിക്കലും തിരുമേനിക്കുട്ടി എന്നല്ലാതെ ചേട്ടാ എന്നോ പേരോ വിളിക്കരുത്, തിരുമേനി എന്ന് തന്നെ വിളിക്കണം എന്ന് ചേലങ്ങാടിൻ്റെ അമ്മ കർക്കശമായി പറഞ്ഞിരുന്നു. പിന്നെ തിരുമേനി എന്നല്ലാതെ ഒന്നും വിളിക്കരുത്. നായർ ക്ഷത്രിയ ജീവിത രീതിയിൽ ഈ വിളി മുഖ്യവുമാണ്. ചുവപ്പൻ ചിന്താഗതിക്കാരനായിട്ടും തന്നെ തിരുമേനി എന്ന് എല്ലാവരും വിളിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുള്ള ആളായിരുന്നു വയലാർ. വളർന്നപ്പോൾ അദ്ദേഹം വയലാർ രാമവർമ്മയായപ്പോഴും തിരുമേനി എന്ന് തന്നെ വിളിക്കണം, വിളിക്കാത്തവരെ ചീത്ത വിളിക്കുമായിരുന്നു അദ്ദേഹം. പ്രശസ്ത കവി പഴവിള രമേശൻ തന്നെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു വെള്ളമടി സദസ്സിൽ ഒരാൾ വയലാറിനെ വർമ്മയെന്ന് വിളിച്ചു. നിന്റെ അമ്മയുടെ കെട്ടിയവനാണോടാ വർമ്മ എന്ന് തിരിച്ചു ചോദിച്ചു. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല, വർമ്മ എന്നൊക്കെ വിളിക്കുന്നത്. തിരുമേനി എന്ന് വിളിച്ചാൽ അതിയായ സന്തോഷവുമാണ്. വിളിച്ചില്ലേൽ പച്ചത്തെറി ആരെയായാലും വിളിക്കുകയും ചെയ്യും. ജ്യേഷ്ഠൻ എന്നുള്ള ബന്ധമുണ്ടായിരുന്നിട്ട് വയലാർ മരിക്കുന്നതുവരെ ചേലങ്ങാട്ട് തിരുമേനി എന്നാണ് വിളിച്ചു പോകുന്നത് വയലാറിനെ. ഗോപി എന്നായിരുന്നു വയലാർ തിരിച്ച് ചേലങ്ങാടിനെ വിളിച്ചിരുന്നത്. 10 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ കവിതകൾ കുത്തിക്കുറിക്കുന്ന കുട്ടിയായിരുന്നു രാമവർമ്മ. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഏക സന്താനമാണല്ലോ വയലാർ. 3-4 വയസ്സുള്ളപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ രാമവർമ്മയെ കാണാതായി. ആരെങ്കിലും എടുത്തോണ്ട് വരുന്നെങ്കിൽ ആലോചിക്കും എന്തൊരു നഷ്ടം മലയാള സിനിമയ്ക്ക് വന്നേനെന്ന്. 3-4 വയസ്സുള്ളപ്പോഴാണ്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടിയെ കാണാനില്ല. മോൻ മുറ്റത്ത് കളിക്കുന്നത് കണ്ടിട്ടാണ് അമ്മ അടുക്കള ജോലിക്ക് പോയത്. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ അവർക്കൊരു സംശയം തോന്നി. മുറ്റത്തേക്ക് വന്ന് നോക്കി, കുഞ്ഞിനെ കാണാനില്ല. അവിടെ മാകെ അരിച്ചു പെറുക്കി, കാണാനില്ല. ഒടുവിൽ ഈ കോവിലകത്തിനടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അബദ്ധത്തിൽ കുളത്തിൽ വീണോ എന്ന് അമ്മ പോയി നോക്കി. അവിടെ കുളക്കരയിൽ അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നു രാമവർമ്മ തമ്പുരാൻകുട്ടി.
കുളത്തിൻ്റെ കരം പോയിരുന്ന് കളിക്കുന്നു. 4-5 വയസ്സേ ഉള്ളൂ. അമ്മ ഓടിച്ചെന്ന് വാരിയെടുത്ത് ദേഷ്യപ്പെട്ടു. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടാ, പറയാതെ എന്തിനാ കുളക്കടവിൽ വന്നത്? വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അമ്മ ചോദിച്ചു. മറുപടിയായിട്ട് കുഞ്ഞു വയലാർ പറഞ്ഞത്, അട്ട വന്ന് കുട്ടനെ തൊട്ടു, അട്ടയും കുട്ടനും ഒട്ടുനേരം തട്ടിക്കളിച്ചു. രാമവർമ്മയുടെ ജീവിതത്തിലെ ആദ്യ കവിതയായിരുന്നു ഇത് എന്നാണ് മരിക്കുന്നത് വരെയും വയലാറിൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. അംബാലിക തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ വയലാറിൻ്റെ ജീവൻ നിലനിർത്തിയത് തന്നെ, അല്ലെങ്കിൽ വയലാറിൻ്റെ മനസ്സിൽ ഭാര്യയോ മക്കളോ ഒന്നും അല്ലല്ലോ. അംബാലിക തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ മുഖമാണല്ലോ ഉള്ളത്. കുട്ടൻ്റെ ആദ്യ കവിത ഇതാണെന്നാണ് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അട്ട വന്ന് കുട്ടനെ തൊട്ടു, അട്ടയും കുട്ടനും ഒട്ടുനേരം തട്ടിക്കളിച്ചു എന്ന മകൻ്റെ ആദ്യ കവിത എപ്പോഴും പാടുമായിരുന്നു അംബാലിക തമ്പുരാട്ടി. ഇവിടെ മറ്റൊരു സിനിമാക്കാരനെ കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രശസ്തനായ ക്യാമറാമാനാണല്ലോ വേണു. ഒരുപാട് നല്ല സിനിമകളുടെ ക്യാമറാമാനായി, പിന്നെ സംവിധായകനായി ദയയിലൂടെ. വയലാറിൻ്റെ അമ്മാവൻ കേരളവർമ്മയുടെ മകൻ ഗോപിനാഥക്കുറുപ്പിൻ്റെ മകനാണെന്ന്, വേണു ഗോപിനാഥക്കുറുപ്പിൻ്റെ മകനാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. പലർക്കും അറിയാൻ വഴിയില്ല. വേണു ആരോടും പറയാറുമില്ല. വയലാറിൻ്റെ അമ്മാവൻ കേരളവർമ്മയുടെ മകൻ ഗോപിനാഥക്കുറുപ്പാണ് വേണുവിൻ്റെ അച്ഛൻ. പഞ്ചായത്ത് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞത്. പ്രശസ്ത സാഹിത്യകാരൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ മകൾ കഥാകാരി കൂടിയായ ബി സരസ്വതിയാണ് വേണുവിൻ്റെ അമ്മ. അങ്ങനെയുണ്ട് ഒരു ബന്ധം. കേരളവർമ്മയുടെ അവസാന കാലത്ത് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായ ആളായിരുന്നു. മരുമക്കത്തായം അവസാനിച്ച് മക്കത്തായം നിലയിൽ വന്ന കാലമാണ്. അതിനാൽ തന്നെ അർഹതപ്പെട്ട ഒന്നും വയലാറിൻ്റെ അമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. നുസ് വന്ന കേരളവർമ്മ പ്ലാവിലയിൽ ഈർക്കിലോട്ട് തുന്നി തൊപ്പി ഉണ്ടാക്കി തലയിൽ വയ്ക്കും. ഒരു വലിയ വടി കയ്യിലെടുക്കും. എന്നിട്ട് അദ്ദേഹം തിണ്ണമേലിരുന്ന് പറയുമായിരുന്നു, ഞാൻ മഹാരാജാവാണ്, വയലാറിൻ്റെ മഹാരാജാവാണ് എന്ന് അഭിമാനത്തോടെ പറയുമായിരുന്നു. വയലാറിൻ്റെ മഹാരാജാവായിരുന്നു കേരളവർമ്മ. ഇവരുടെ പരദേവതാ ക്ഷേത്രം ഏറ്റുമാനൂരിലാണ്. അസുഖം കലശലാവുമ്പോൾ കേരളവർമ്മയെ ഏറ്റുമാനൂരിലെ ആ പരദേവതാ കുടുംബത്തിൽ അമ്പലത്തിൽ ഭജനയ്ക്ക് ഇരുത്തുമായിരുന്നു. വയലാർ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ കൂടെ വേണം. അതിനായി ഗോപിയെ തിരക്കി വയലാർ ചേലങ്ങാടൻ്റെ വീട്ടിൽ പതിവായിട്ട് എത്തുമായിരുന്നു, തൻ്റെ ഗൺമാനെ കൂട്ടാൻ. ചേലങ്ങാടൻ കള്ളു ജീവിതത്തിൽ തൊട്ടു നോക്കിയിട്ടില്ല, മദ്യപിക്കില്ല. വയലാറ് കള്ളു കുടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയാൽ കവിയുടെ മുണ്ടുടുത്തു കൊടുക്കൽ, ആരെങ്കിലും കൈവയ്ക്കാൻ തിരുമേനി ചാടി വീണാൽ ഇടയ്ക്ക് കയറി തലയിടുക, ഇതൊക്കെയാണ് ഗൺമാൻ ഗോപിയുടെ ചുമതല. ചേലങ്ങാടിൻ്റെ ജോലി ഇതൊക്കെയായിരുന്നു. കേശവപിള്ള അമ്മുക്കുട്ടിയമ്മ ദമ്പതികൾക്ക് 6 മക്കളായിരുന്നു. 2 ആണും 4 പെണ്ണും. ആണിലും മൂത്തവനായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എന്ന വയലാറിൻ്റെ ഗോപി. ഈ 6 പേരിൽ ഏറ്റവും മൂത്തത് മകളാണ് സരോജിനിയമ്മ. സരോജിനിയമ്മയുടെ തൊട്ട് താഴെയാണ് ചേലങ്ങാട്. സരോജിനിയമ്മയെ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ അറിയും. തുടരും എന്ന കോടികൾ വാരിക്കുട്ടിയ സിനിമ അടക്കം നിർമ്മിച്ച എം രഞ്ജിത്ത് സരോജിനി അമ്മയുടെയും പി ഉണ്ണികൃഷ്ണൻ നായരുടെയും മകനാണ്. ഇവരിൽ ഈ 6 പേരിൽ ഒരു സഹോദരി മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. രഞ്ജിത്തിൻ്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്താ ഓണാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാവേലിക്കരയ്ക്ക് അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. സിനിമാക്കാരനാകേണ്ടിയിരുന്ന ആളല്ല രഞ്ജിത്ത്. നല്ലൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ, ഒരു യൂത്തനാകേണ്ട ആളായിരുന്നു സത്യത്തിൽ രഞ്ജിത്ത്. കാരണം പി ഉണ്ണികൃഷ്ണൻ നായർ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അമ്മ ചേലങ്കാട്ട് കുടുംബത്തിലെ മൂത്ത മകൾ. അനുജൻ ഗോപി നേരത്തെ പറഞ്ഞ കണക്ക് വയലാറിൻ്റെ ഗൺമാനും സിനിമാ സംബന്ധിയായ പുസ്തകം എഴുത്തും സ്റ്റുഡിയോ ഉണ്ടാക്കലും ഒക്കെ ആണല്ലോ. വെക്കേഷൻ കാലത്ത് അമ്മാവൻ്റെ വീട്ടിൽ പോയി നിൽക്കുക രഞ്ജിത്തിൻ്റെ പതിവായിരുന്നു. സിനിമ കാണാൻ കൊണ്ടുപോകുന്നതും സിനിമാ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും സിനിമാക്കാരെ പറ്റി അറിയുന്നതും ഒക്കെ രഞ്ജിത്തിന് ഒരു ശീലമായി. കാരണം ചേലങ്കാടിൻ്റെ 2 ആൺമക്കളാണുള്ളത്. അദ്ദേഹത്തിന് ആ 2 ആൺമക്കൾക്ക് ഈ സിനിമ അച്ഛൻ്റെ തല്ലിപ്പൊളി സിനിമയെക്കുറിച്ചൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ രഞ്ജിത്തിന്, സഹോദരിയുടെ മകന് അനന്തരവന്, ഈ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വെക്കേഷൻ കാലത്ത് ചെന്നാൽ ഒരുപാട് സിനിമാ കഥകൾ രഞ്ജിത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സിനിമാക്കാരെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവരിൽ ആരുടെയൊക്കെ എനിക്ക് ചങ്ങാത്തം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സിനിമകൾ കൊണ്ട് കാണിക്കുമായിരുന്നു. അങ്ങനെ രഞ്ജിത്തിൻ്റെ മനസ്സിലേക്ക് സിനിമയെ കടത്തിവിട്ട ഗുരുനാഥനാണ് അമ്മാവൻ എന്ന് പറയാം. അപ്പോൾ രഞ്ജിത്തിൻ്റെ അമ്മ പറയും, ഗോപി, നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് നിന്നെ പോലെ ഇവനെ ഇല്ലാതാക്കരുത് എന്നാണ് ചേച്ചി ശാസിക്കുന്നത്. എന്നിട്ടും രഞ്ജിത്തിൻ്റെ മനസ്സിൽ സിനിമയുടെ വിത്ത് വാങ്ങി കൊടുത്തു ചാരങ്കടൻ. ചേച്ചി, നീ നോക്കിക്കോ, ഇവൻ ഞാൻ തോറ്റ സിനിമയിൽ വലിയ വിജയമാകും എന്ന് ചേലങ്കാടൻ ഉറപ്പിച്ച് പറയുമായിരുന്നു. രഞ്ജിത്ത് 25-ാം വയസ്സിൽ സിനിമയിൽ തന്നെ എത്തി. സ്വന്തം കുഞ്ഞമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി പണയം വയ്ക്കാനായിട്ടാണ് വാങ്ങിച്ചത്. എടുത്തു തരാം കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വാങ്ങിച്ചു. ലക്ഷങ്ങൾ വരും, അത്രയും വാങ്ങിച്ച് പണയം വയ്ക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ആ സ്വർണമെല്ലാം വിറ്റൊക്കെ എടുത്താണ് സിനിമ എടുത്തത്. തകർന്ന് പിന്നെ തരിപ്പണമായി രഞ്ജിത്ത്. പിന്നെ സിനിമയെ കൈപ്പിടിയിലാക്കിയ അനന്തരനായി രഞ്ജിത്ത് വളർന്നു മലയാള സിനിമയിൽ. അത് കാണാനുള്ള ഭാഗ്യം ചേലങ്കാടിനുണ്ടായി. സിനിമയിൽ പ്രശസ്തനായ രഞ്ജിത്ത് സ്വജാതിക്കാരിയല്ലാത്ത ചിപ്പിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. വലിയ വിവാദം ഉണ്ടാക്കിയ വിവാഹമായിരുന്നു. കാരണം രഞ്ജിത്തിൻ്റെ അച്ഛൻ ഷാജി അത് അംഗീകരിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തെ സിനിമാ സുഹൃത്തുക്കൾ രഞ്ജിത്തിനെയും ചിപ്പിയും കൊണ്ടുപോയി ഇവിടെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറ്റി മദ്രാസ് വിട്ട് കളഞ്ഞു. ഷാജി ഇനി ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. വിവരമറിഞ്ഞ രഞ്ജിത്തിൻ്റെ അമ്മ, അല്ലെങ്കിൽ ചേലങ്കാടിൻ്റെ സഹോദരി, മോനെ വഴിതെറ്റിച്ച തൻ്റെ അനുജനെ വിളിച്ചു ഫോണിൽ. ഗോപി, നീ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? ആ, പത്രത്തിൽ കൂടെ അറിഞ്ഞു എന്ന് വളരെ നിസ്സംഗനായി, അല്ലെങ്കിൽ നിസ്സാര സംഭവമായി ചേലങ്കാട് പറഞ്ഞു. ആ, പത്രത്തിൽ നിന്ന് അറിഞ്ഞു. ചേച്ചിക്ക് ആ ഉത്തരം ബോധ്യപ്പെട്ടില്ല എന്ന് അനുജന് തോന്നി. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിച്ചു. അവനെ വിശ്വസിച്ചിറങ്ങി വന്നതല്ലേ, ചേച്ചിയെ ആ പെണ്ണിനെ അങ്ങ് സ്വീകരിക്കും. ഇതായിരുന്നു ചേലങ്കാടിൻ്റെ മറുപടി. ആങ്ങളുടെ വാക്കുകൾ അനന്തരവന് അനുകൂലമാണെന്ന് പെങ്ങൾക്ക് മനസ്സിലായി. പെങ്ങളുടെ മനസ്സിലെ പിരിമുറുക്കം അലിയാൻ അത് കാരണമായി. അലിഞ്ഞിരിക്കും, ഒരു പ്രശ്നവുമില്ലായിരുന്നു ചിപ്പിയായിട്ട്. ചേലങ്കാടൻ രോഗബാധിതനായി ചേർത്തല ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ മരണത്തിൻ്റെ പതിഞ്ഞ കാലുച്ചകെട്ട് കിടക്കുകയാണ്. ഷുഗറിൻ്റെതാണ് അസ്കിത. സകല അവയവങ്ങളും നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന് ഡോക്ടർമാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അനന്തരവനും ഭാര്യ ചിപ്പിയും ഒരു ഉച്ചനേരത്ത് ആശുപത്രിയിലെത്തി. അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന തൻ്റെ സിനിമാ ഗുരുവിനെ, അല്ലെങ്കിൽ അമ്മാവനെ, അനന്തരവൻ പതിയെ വിളിച്ചു. ഗോപിമാമ. ഒരനക്കവുമില്ല. വീണ്ടും വിളിച്ചു, ഗോപിമാമ. 4-5 തവണ രഞ്ജിത്ത് വിളിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ മാമൻ പതുക്കെ കണ്ണു തുറന്നു. അനന്തരവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. ഞാനാ, രഞ്ജിയ എന്ന് അനന്തരവൻ അമ്മാവനോട് പറഞ്ഞു. ഇനി മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനാ, രഞ്ജിയ. അമ്മാവൻ അവനെ കൂർപ്പിച്ചു നോക്കി. കുറേ ദിവസമായി നിശബ്ദനായി കിടന്ന ചേലങ്കാടൻ ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു, നന്നായി വാ. അനന്തരവൻ്റെയും അമ്മാവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു.
കുറേ നേരം അദ്ദേഹം അനന്തരവനെ നോക്കിക്കിടന്നു. പിന്നെ കയ്യിലെ പിടുത്തം വിട്ടു. ഉച്ചയോടെ രഞ്ജിത്ത് തലസ്ഥാനത്തേക്ക് മടങ്ങി. മണിക്കൂറുകൾക്കകം അമ്മാവൻ ഈ ലോകത്തു നിന്ന് തന്നെ മടങ്ങി. സിനിമയിൽ പരാജയപ്പെട്ടവരിൽ ഒരാളായിരുന്നു ചേലങ്കാടൻ. എന്നാൽ അവസാന കാലം വരെ സിനിമയ്ക്കായി ചിന്തിച്ച മനുഷ്യനായിരുന്നു. കടലിൻ്റെ പശ്ചാത്തലത്തിൽ യേശുദാസ് ഒരു സിനിമ സംവിധാനം ചെയ്യാനായി തീരുമാനിച്ചു. ചാകര എന്നായിരുന്നു ആ സിനിമയ്ക്ക് പേരിട്ടത്. ആ സിനിമയുടെ തിരക്കഥ എഴുതിയത് ചേലങ്കാടനായിരുന്നു. ചിത്രം പക്ഷേ പൂർത്തിയാക്കപ്പെട്ടില്ല. സഹകരണ മേഖലയിൽ ആലുവയിലാണ് അജന്ത സ്റ്റുഡിയോ പടുത്തുയർത്തിയത്. സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മലയാള സിനിമ കളറിലേക്ക് മാറി. അജന്ത സ്റ്റുഡിയോ വീണു. വയലാറിൻ്റെയും പ്രേം നസീറിൻ്റെയും യേശുദാസിൻ്റെയും പാദസ്പർശമേറ്റ തറവാട് വീട് വിറ്റില്ല എങ്കിലും മറ്റുള്ളതൊക്കെ വിറ്റ് സിനിമയ്ക്കായി നശിപ്പിച്ചു ചേലങ്കാടൻ. 2 മക്കൾക്ക് കിട്ടേണ്ട എല്ലാം നശിപ്പിച്ചു സിനിമയ്ക്ക് വേണ്ടി. ചേലങ്കാടൻ്റെ 2 ആൺമക്കളിൽ പത്രപ്രവർത്തകനായ മൂത്ത മകൻ സാജു ചേലങ്കാടൻ, സാജു ചേലങ്ങാട് എന്നാണ്, ഞാൻ ചേലങ്കാടൻ എന്ന് സ്നേഹപൂർവ്വം പറയുക, എൻ്റെ നല്ല അടുപ്പക്കാരനാണ്. അച്ഛനെ പോലെ തന്നെ മകനും സിനിമാ കഥകൾ പറയാൻ മിടുക്കനാണ്. അമ്മ ഇളയ മകൻ്റെ ഒപ്പം ഇപ്പോൾ പെരുമ്പാവൂരിലാണ്. സാജുവിന് മാത്രമേ അച്ഛൻ്റെ അസ്കിതയുള്ളൂ. റിസർച്ച് സ്വഭാവമുള്ള സിനിമാ ചരിത്രങ്ങൾ പറയാൻ അല്ലെങ്കിൽ ചികയാൻ സാജു മിടുമിടുക്കനാണ്. കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമ കണ്ടിട്ടുള്ളവർ ശ്രീനിവാസൻ ചെയ്ത ചേലങ്ങാട് ഗോപാലകൃഷ്ണനെ മറക്കാൻ ഇടയില്ല. അദ്ദേഹം നേരിട്ട് അനുഭവിച്ച സംഭവങ്ങളാണ് ആ സീനുകളിലുള്ളത്. 2 ദിവസം തിരുവനന്തപുരം ക്യാപിറ്റൽ തിയേറ്ററിൽ കളിച്ച വിഗതകുമാരൻ നാഗർകോവിൽ, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ പ്രദർശനം നടത്തിയെങ്കിലും ചെലവിട്ടതിൻ്റെ പകുതി തുക പോലും ജെ.സി. ഡാനിയലിന് മടക്കി കിട്ടിയില്ല. മറ്റൊരു സിനിമയ്ക്കായി നിർമ്മാണ ശ്രമം കൂടി ആരംഭിച്ചുവെങ്കിലും അതും വിജയിക്കാതെ കടം കയറി. നിവൃത്തിയില്ലാതെ തൻ്റെ സ്റ്റുഡിയോ സാധനങ്ങൾ മദ്രാസിലെ ഒരു അണ്ണാച്ചിക്ക് ആക്രി വിലയ്ക്ക് വിറ്റു. എന്നിട്ടും കടം തീർന്നില്ല. ഭാര്യയുടെ പേരിലുള്ള വസ്തുവകകൾ കൂടി അദ്ദേഹം വിറ്റു കടം വീട്ടി. ബാക്കി പൈസയ്ക്ക് മദ്രാസിൽ പോയി ദന്തവൈദ്യം പഠിച്ചു, പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിച്ചു. അവിടുന്ന് പാളയംകോട്ട് വന്ന് ദന്താശുപത്രി തുറന്നു. 24 വർഷം പല്ലളക്കിയും പല്ലടച്ചുമൊക്കെ അദ്ദേഹം ജീവിച്ചു. കന്യാകുമാരിക്കടുത്ത് അഗസ്തീശ്വരം എന്ന സ്ഥലത്ത് വന്നു പിന്നെ ജീവിച്ചു. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ലാതായി. മൂത്ത മകൻ സുന്ദർരാജ് മലയാള സിനിമയിലെ ആദ്യത്തെ ബാലതാരമാണ്. വിഗതകുമാരിലെ നായകൻ ചന്ദ്രകുമാർ ആയത് ജെ.സി. ഡാനിയലായിരുന്നു. ചന്ദ്രകുമാറിൻ്റെ കുട്ടിക്കാലം ചെയ്തത് സുന്ദർരാജാണ്. സുലോചന, വിജയ, ലളിത, ഹാരിസ് എന്നിവരാണ് മറ്റു മക്കൾ. ഈ അവസാനം പറഞ്ഞ കക്ഷിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്, അപ്പാമാതിരിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാരിസിൻ്റെ കഥ എനിക്കെന്തോ അയാളെ കാണുമ്പോൾ എനിക്ക് ബഹുമാനം തോന്നാറേ ഇല്ല. സുന്ദർരാജ് പഠിച്ച് സിലോണിലെ കൊളംബിയയിലുള്ള ട്രിനിറ്റി കോളേജിൽ പ്രൊഫസറായി. സുന്ദർരാജ് അയച്ചു കൊടുക്കുന്ന ചെറിയ തുക മാത്രമായിരുന്നു ജെ.സി. ഡാനിയലിനും ഭാര്യയ്ക്കും ഏക ആശ്രയം. തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള പെട്ടിക്കടയിൽ നിന്നും ജെന്റിൽമാനെ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കറുത്ത കോട്ടും അതിനുള്ളിൽ കഫ് ഷർട്ടും മുണ്ടും കഴുത്തിൽ വട്ടത്തിൽ ചുറ്റിയ നേരിയതും ഒരു കാലൻ കുടയുമായി ഒരാൾ മുറുക്കാൻ വാങ്ങിച്ചു. ആ മുറുക്കാൻ കടലാസിൽ പൊതിഞ്ഞ് കോട്ടിൻ്റെ കീശയിലിട്ടു. നാഗർകോവിലേക്ക് പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്ന ബസ്സിൽ ആ മനുഷ്യൻ ഓടിക്കയറി. കൗതുകം തോന്നുന്ന വേഷവിധാനത്തിലെ ആ മനുഷ്യനെ നോക്കി പെട്ടിക്കിടയ്ക്ക് മുന്നിലിരിക്കുന്ന ബെഞ്ചിൽ നാരങ്ങ വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം കേൾക്കുന്നത് അടുത്തിരിക്കുന്ന ഒരാളിൻ്റെ കമൻ്റാണ്. പാവം, എങ്ങനെ കഴിയേണ്ടതാ, സിനിമ പിടിച്ച് എല്ലാം നശിപ്പിച്ചു.
സിനിമ പിടിച്ചവൻ എന്ന് കേട്ടതും തലസ്ഥാനത്ത് നിന്ന് അക്കാലത്ത് പ്രസിദ്ധീകരിച്ചു വന്ന മലയാളി ദിനപത്രത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായ ചേലങ്ങാടൻ ചാടി എണീറ്റ് ബസ്സിനടുത്തേക്ക് കുതിച്ചു. പക്ഷേ ബസ് വിട്ടുപോയി. തിരിച്ചു വന്ന ചേലങ്ങാടൻ വിഗതകുമാരൻ്റെ അടുത്ത ആളല്ലേ എന്ന് തിരക്കി. അതെ, ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ എന്താ വഴി എന്ന് ചോദിച്ചു. കവടിയാർ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ടോട്ട് പോകുന്ന റോഡിൽ ഒരു ചാപ്പൽ കാണാം. അതിൻ്റെ നടത്തിപ്പുകാരന് കോട്ടുകാരനെ നന്നായിട്ട് അറിയും. കോട്ടുകാരനെന്ന് ഇവർക്കറിയാവൂ, കടക്കാർക്ക്. ആ കോട്ടിട്ടുണ്ട് പോയ ആ കോട്ടുകാരനെ ഈ ചാപ്പലിലുള്ള ആൾക്ക് അറിയാം. ചാപ്പൽ കണ്ടുപിടിച്ച് അതിൻ്റെ നടത്തിപ്പുകാരനെ കണ്ടു. വിഗതകുമാരൻ്റെ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ആളാണ് ഈ ചാപ്പലിലെ നടത്തിപ്പുകാരൻ. തമ്പാനൂരിൽ കണ്ട കോട്ടുകാരൻ JC ഡാനിയലാണെന്ന് ചേലങ്ങാട ഉറപ്പിച്ചു. അഗസ്തീശ്വരത്തുകാരനാണെന്നും അവിടെ സബ് രജിസ്ട്രാർ കച്ചേരിക്ക് നേരെ എതിർവശത്തുള്ള വീട്ടിലാണ് താമസമെന്നും ചേലങ്ങാടൻ അറിഞ്ഞു ഈ ചാപ്പലിലെ ആളിനോട് സംസാരിച്ചപ്പോൾ. ഒരു നാൾ അഗസ്തീശ്വരത്ത് ചേലങ്ങാടൻ പോയി ഇറങ്ങി വീട് കണ്ടുപിടിച്ചു. പക്ഷേ ആൾ താമസ ലക്ഷണമൊന്നുമില്ല ആ വീടിന്. ഒരു ഭാർഗവി നിലയം പോലത്തെ ഒരു കെട്ടിടം. വീടിന് മുന്നിൽ ഒരു പഴയ മരഗേറ്റ് ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. മുറ്റത്തെല്ലാം പുല്ല് വളർന്ന് കാടുപോലായിരിക്കുന്നു. ആരൊക്കെയോ പുല്ലിൻ്റെ പുറത്തുകൂടി ചവിട്ടി നടന്ന ലക്ഷണമുണ്ട്. പഴയ ഒരു ഓടിട്ട വീടാണ്. 100% ഒരു ഭാർഗവി നിലയം. ചേലങ്ങാടൻ പുല്ലൊക്കെ വകഞ്ഞു മാറ്റി അകത്ത് ചെന്ന് കഥകിൽ മുട്ടി വിളിച്ചു. ഒരനക്കവുമില്ല. അപ്പോഴാണ് ചേലങ്ങാടൻ ശ്രദ്ധിച്ചത് ഒരു ജനാലയുടെ ഒരു പാളി ഇളകി കിടക്കുന്നുണ്ട്. പിന്നെയും ചേലങ്ങാടൻ വിളിച്ചു. അപ്പോൾ തുറന്നു കിടന്നിരുന്നൊരു ജനാലയുണ്ടല്ലോ, അതിലൂടെ ഒരു സ്ത്രീയുടെ മുഖം പുറത്തേക്ക് തല നീട്ടി. ചുളിഞ്ഞുണങ്ങിയ മുഖം. എന്താ? ആരാ? എന്തിനാ? തുടരെ അവർ ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. വിഗതകുമാരനെടുത്ത സംവിധായകനെ കാണാനാണ്. എനിക്ക് JC ഡാനിയലിനെ ഒന്ന് കാണണം എന്നുള്ള വിശദമായ വിവരം അദ്ദേഹം പറഞ്ഞു. മുൻവശത്തെ കഥക് അവർ തുറന്നു. ചേലങ്ങാടൻ അകത്തേക്ക് കയറി. ഒരു വലിയ ഹാള്, മങ്ങിയ വെളിച്ചം. ഒരറ്റത്തിട്ടിരിക്കുന്ന കട്ടിലിൽ ഒരാള് ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട്. താടി വളർന്ന് തലമുടി പറന്ന് നടുവ് വളഞ്ഞ് നരച്ച ഒരു കൈലി മാത്രം ഉടുത്ത ഒരാൾ. ആ പുരുഷനും സ്ത്രീക്കും പ്രേതത്തിൻ്റെ സാദൃശ്യമുള്ള പോലെയാണ് ചേലങ്ങാടന് തോന്നിയത്. അദ്ദേഹം ഒരു ഷർട്ട് പോലും ഇട്ടിട്ടില്ല, ഒരു ലുങ്കി മാത്രം, നരച്ച ലുങ്കി മാത്രം ഉടുത്തിരിക്കുന്നത്. വന്ന കാര്യം പറഞ്ഞു, സ്വയം പരിചയപ്പെടുത്തി ചേലങ്ങാട്. കട്ടിലിരിക്കുന്ന ആ പേലക്കോലം തുറന്നു. ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഡാനിയൽ. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ആ മുറിക്ക് പന്നിക്കൂടിൻ്റെ ഗന്ധമാണോ എന്ന് ചേലങ്ങാടന് തോന്നി. വായുസഞ്ചാരമില്ലാതെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ മൊശടാണോ അത് എന്നും അദ്ദേഹത്തിന് തോന്നി. തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങ് അഗസ്തീശ്വരത്ത് തന്നെ തേടി മാത്രമായിട്ട് വന്ന പത്രക്കാരനാണ് എന്നറിഞ്ഞപ്പോൾ ഡാനിയൽ എന്ന സംവിധായകൻ അല്പം ഉശിര് വന്ന മാതിരി ചേലങ്ങാടന് തോന്നി. പലതും ചേലങ്ങാടൻ തിരക്കി. അതിനെല്ലാം ഡാനിയൽ ഉത്തരം പറഞ്ഞു. പത്രക്കാരൻ അതെല്ലാം ഒരു നോട്ട് ബുക്കിൽ കുറിച്ചെടുത്തു. അന്ന് റെക്കോർഡറൊന്നും ഇല്ലല്ലോ. മടങ്ങാൻ നേരം ചേലങ്ങാടനോട് മലയാള സിനിമയുടെ പിതാവ് പറഞ്ഞു, ഇതെൻ്റെ വീടല്ല, ഒരു സ്നേഹിതൻ്റേതാണ്. ചാകുന്നത് വരെ എനിക്ക് താമസിക്കാൻ തന്നിരിക്കുക. എന്നിട്ട് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ തലയിൽ കൈവച്ചിട്ട് JC ഡാനിയൽ അനുഗ്രഹിച്ചു. ആ മുഖത്ത് അപ്പോൾ കോപവും നിരാശയും സന്തോഷവും ഒക്കെ കൂടിയുള്ള ഒരു വികൃത ചിരിയായിരുന്നു ആ മുഖത്ത് വിരിഞ്ഞത് എന്നാണ് ചേലങ്ങാടൻ പറയുന്നത്. ഞാൻ തോറ്റുപോയി ഗോപാലകൃഷ്ണ, ഞാൻ തോറ്റുപോയി എന്ന് കൂടെ പറഞ്ഞു.
മെലിഞ്ഞുണങ്ങിയ ആ കൈകൾ ചേലങ്ങാടനെ നോക്കി തൊഴുതു. അപ്പോൾ ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മടങ്ങി വന്ന പാടെ JC ഡാനിയലിനെ കണ്ട കഥ വിശദമായിട്ട് ചേലങ്ങാട എഴുതി. മലയാളി ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ തന്നെ വച്ച് കാച്ചി അതിനെ. മലയാളികൾ ആദ്യമായി അറിഞ്ഞു മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട മനുഷ്യനെ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ നേരിട്ട് കണ്ടു എന്ന്. അപ്പോൾ കുട്ടനാട് രാമകൃഷ്ണപിള്ളയാണ് അന്ന് മലയാളി എന്ന് പറഞ്ഞ ഈ പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപർ. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങാതെ ഡാനിയലിനെ പോയി കണ്ടതും ലേഖനം എഴുതിയതും തൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ വാരാന്ത്യ പതിപ്പിൽ കൊടുത്തതും വലിയ കുറ്റമായി എടുത്തു കുട്ടനാട് രാമകൃഷ്ണപിള്ള. ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത്? ചേലങ്ങാടൻ, നമ്മുടെ നടൻ ശ്രീനിവാസൻ ചില സിനിമകളിൽ ചിരിക്കുന്നത് പോലെ ഒന്ന് ഇളിച്ചു, മറുപടി പറഞ്ഞില്ല. നിനക്കൊന്നും മലയാള സിനിമയുടെ ചരിത്രം അറിഞ്ഞൂടാ. എനിക്ക് നന്നായിട്ട് ചരിത്രം അറിയാം. TR സുന്ദരമാണ് മലയാള സിനിമയുടെ പിതാവ്. നിനക്ക് നാണമില്ലേടാ ഒരു മാപ്പിളയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് പറയാൻ? ഒരു നായരാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് പറയാൻ നിനക്ക് മേലായിരുന്നോ? ഇങ്ങനെ ശ്രീനിവാസൻ പറയുമ്പോൾ തന്നെ ഇദ്ദേഹം വിടുവോ? TM സുന്ദരം നായരായിരുന്നില്ലല്ലോ, തമിഴ്നാണല്ലോ എന്ന് ചേലങ്ങാട ചോദിച്ചു. കുട്ടനാട് രാമകൃഷ്ണപിള്ള ചാടി എണീറ്റു. പോട റാസ്കലിൻ്റെ മുറിയിൽ നിന്ന് എന്ന് അലറി. കുട്ടനാടൻ അലറിയപ്പോൾ ചേലങ്ങാടൻ ആ മുറിയിൽ നിന്ന് എടുത്ത് ചാടി പുറത്തേക്ക് പോയി. ഏതാനും നാളുകൾക്കകം മലയാളി പത്രത്തിൽ നിന്നും ചേലങ്ങാടനെ പിരിച്ചു വിട്ടതായുള്ള ഒരു ഉത്തരവ് വന്നു. ചേലങ്ങാടൻ പറഞ്ഞു സന്തോഷം, എന്നാലും JC ഡാനിയലിനെ കുറിച്ച് മലയാളിയെ അറിയിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ് പിൻവാങ്ങി. മലയാള സിനിമയുടെ പിതാവിനെ പറ്റി എഴുതിയതിന് ലഭിച്ച കൂലിയാണിത്. ഇന്ത്യയിലോ കേരളത്തിലോ അല്ലായിരുന്നു JC ഡാനിയൽ ജനിച്ചിരുന്നതെങ്കിൽ ഇക്കാലത്തിനിടയിൽ എന്തുമാത്രം ചിത്രങ്ങളും പുസ്തകങ്ങളും ചലച്ചിത്രങ്ങളും ജന്മമെടുത്തനെ എന്നാണ് ഗോപാലകൃഷ്ണൻ പറയാറ്. കേരള സർക്കാർ പോലും JC ഡാനിയലിനെ തള്ളി പറഞ്ഞു. സിനിമാക്കാരും ആ പണി നന്നായി ചെയ്തു. ഇവിടെ വിഗതകുമാരെ എടുത്തതിന് വരെ കള്ള തെളിവുണ്ടാക്കി ഡേറ്റ് മാറ്റാൻ വരെ ശ്രമിച്ച വേന്ദ്രന്മാരുണ്ട് ഇവിടെ. മലയാള സിനിമയുടെ രജത ജൂബിലി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എറണാകുളത്ത് 1981 ആഘോഷിച്ചപ്പോൾ JC ഡാനിയലിനൊരു ക്ഷണക്കത്ത് പോലും കൊടുത്തില്ല. പകരം ബാലൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ശബ്ദചിത്രം സംവിധാനം ചെയ്ത TR സുന്ദരത്തെ കൊണ്ടുവന്ന് ആദരിച്ചു. അതാണ് മലയാളി. നമ്മൾ ഇവിടെ തുടങ്ങിയത് വയലാറിൽ തുടങ്ങി ചേലങ്ങാടിലൂടെ JC ഡാനിയൽ വരെ എത്തി. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമയ്ക്ക് വേണ്ടി ഇന്ന് മലയാള സിനിമ എവിടെ പോയി നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടി വിറ്റ് തുലച്ച് ഹതഭാഗ്യനായ ചേലങ്ങാട് ഗോപാലകൃഷ്ണന്റെ അനന്തരവൻ 250 കോടി വരുമാനം കിട്ടുന്ന തുടരുമെന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന നിർമ്മാതാവായി വളർന്നു. പക്ഷെ ചേലങ്ങാടനെ ആരോർക്കുന്നു? ചേലങ്ങാടിനെ പോലെ JC ഡാനിയലിനെ പോലെ ഒരുപാട് പേരുണ്ട് ഹതഭാഗ്യരായവർ. ഇത്രയുമെങ്കിലും JC ഡാനിയലിനെ കുറിച്ചും വയലാറിനെ കുറിച്ചും ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ മാമനെ പറ്റിയും പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.